എക്സൈസിന്റെ പ്രതികരണം. നമ്മൾ അവിടെ പരിശോധന നടത്തിയത്. നമ്മൾ ചെല്ലുമ്പം ഈ 3 പേരും, ഈ 2 സംവിധായകരും അവരുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് ഇത് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ പിടിക്കുന്നത്. ഇത് കൊടുത്തവരെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ നാളെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ഇന്ന് ജസ്റ്റ് കിട്ടിയ വിവരത്തിൻ്റെ അതിൽ കയറി നോക്കിയതാണ്. 1.6 ഗ്രാമാണ് 1.632 ഗ്രാം കഞ്ചാവാണ് കിട്ടിയത്, ഹൈബ്രിഡ് കഞ്ചാവ്. അപ്പോൾ അവരെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കും? ജാമ്യത്തിൽ വിട്ടവരുള്ളൂ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലല്ല, ഇത് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് ജാമ്യം കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ചോദ്യം ചെയ്യലും ബാക്കി കാര്യങ്ങൾ ബാക്കി ഇത് പിന്നെ ഇവർക്ക് കൊടുത്തവരെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ തുടരന്വേഷണം നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാകും. ഈ ഷാലി മുഹമ്മദ് ആണോ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്? അയാൾ കൊണ്ടുവന്നതെന്നാണ് അവർ പറയുന്നത്. അത് കൃത്യമാണെന്ന് അറിയത്തില്ല. അത് കൊടുത്ത ആളെ പറ്റി കിട്ടിയ വിവരം നമ്മൾ തിരക്കിയാൽ ബാക്കി സത്യമാണോ എന്ന് അറിയത്തുള്ളൂ. അതിനി വേറെ ഏതെങ്കിലും വഴി കൊണ്ടുവന്നതാണോ എന്ന് അറിയത്തില്ല. അത് നാളെ മറ്റന്നാളുടെ അന്വേഷണം നടത്തും. ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്? ഇവരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവർ തന്നെ. നിരന്തരം യൂസ് ചെയ്യുന്നവരാണ്. ഒരു 4-5 വർഷമായിട്ട് ഇവരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ സ്ഥിരമായിട്ട് ഈ ഫ്ലാറ്റിൽ കൂടാറുണ്ട്? ഫ്ലാറ്റിൽ സിനിമാക്കാരെ പലരും വരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നേരത്തെ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരിത് യൂസ് ചെയ്യാനും മറ്റേ ഡിസ്കഷനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ ഈ പരിപാടിയെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. മറ്റ് സംവിധായക താരങ്ങൾ ആരെങ്കിലും അത് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്ക് ചിലർ വരുന്നതായിട്ട് അറിയുന്നുണ്ട്. കൃത്യം അറിയാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പറയാം. ഇല്ല, അങ്ങനെ ആരും വരുന്നതെന്ന് അവർ പറയുന്നില്ല. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഈ പിന്നെ തന്ന ഒരാളെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നാളെ, ഇന്ന് ഞായറാഴ്ച വൈകിട്ടും നാളെയായിട്ട് ബാക്കി അന്വേഷണം നടത്തും. സോഴ്സ് ആണോ അതല്ലാതെ ഇവർക്ക് കൊടുത്ത സോഴ്സാണ്, അതായത് ഇടനിലക്കാരനാണ് കൊടുത്തേക്കുന്നത് ഇവർക്ക്. ഇനി മെയിനാളെ ഈ നമ്മളാ കൊടുത്തവനെ പിടിച്ചാലേ മാത്രമേ മെയിനാളെ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്ന ആൾ. എന്താണ് മറ്റു, അതായത് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി വിടാമെന്ന് മാത്രമേ ഉള്ളൂ? അത് ഇതിനകത്ത് ഈ കേസിൽ അത്രയേ ഉള്ളൂ. കാരണം പറയുന്നത് ഇത്രയും സാധനമെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ബെയിലബിൾ കേസാണ്. ജാമ്യം കൊടുത്ത് വിടേ പറ്റത്തുള്ളൂ. നമ്മൾ നടപടിക്രമം എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും ഇവർ മൊഴി നൽകുന്നുണ്ട്? അവർക്ക് പറയുന്നുണ്ട്. അതിൽ ഒരാൾ പറയുന്നുണ്ട് ഇന്ന ആളാണ് നൽകിയെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തും. ശരൺ, ഈ സംവിധായകരിൽ നിന്ന് തന്നെ ഇത് കഞ്ചാവ് എത്തിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്, അല്ലേ? ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചവരെക്കുറിച്ച് കൃത്യമായി തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും എക്സൈസ് വളരെ മാതൃകാപരമായിട്ടൊരു സമീപനമാണ് എറണാകുളം എക്സൈസ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും അവർക്ക് ആ രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടേക്ക് എത്തുന്നു. ആ ഫ്ലാറ്റിൽ നിന്ന് 2 സംവിധായകരെയും ഒപ്പം തന്നെ സുഹൃത്തിനെയും പിടികൂടുന്നു. അവരെ കൃത്യമായി തന്നെ കച്ചേരിപ്പടി ഓഫീസിലേക്ക്, ഞാൻ നിൽക്കുന്നത് കച്ചേരിപ്പടി ഓഫീസാണ്, എക്സൈസിൻ്റെ കച്ചേരിപ്പടി ഓഫീസിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ചില നിർണായകമായിട്ടുള്ള വിവരം, ആരാണ് ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് സംബന്ധിച്ചുള്ള വിവരം എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി അവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ആ ഇടനിലക്കാരനെ കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും 2 പേരുടെയും, ഇപ്പോൾ 2 സംവിധായകരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ട്. എക്സൈസ് പറയുന്നത് ഇതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല, 20 കിലോ ആണെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ വിട്ടയക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമുള്ളൂ. അല്ലാതെ കോടതിയിൽ ഹാജരാക്കാനോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യവും അതുതന്നെയാണ്. ഇപ്പോൾ സമീർ താഹിർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണോ ശരൺ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏറ്റവും നിർണായകമായ കാര്യം, ഇവർ ഈ ഫ്ലാറ്റിലെത്തിയത് ലഹരി ഉപയോഗിക്കാൻ തന്നെയാണോ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നത്. നിരന്തരം ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് കൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നു. ഈ ഫ്ലാറ്റിൽ സ്ഥിരമായി എത്താറുണ്ട്. മാത്രമല്ല മറ്റ് ചില സിനിമാ പ്രവർത്തകർ കൂടി ഫ്ലാറ്റിലേക്ക് എത്താറുണ്ട് എന്ന് എക്സൈസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുമുണ്ട്, അല്ലേ?
പിന്നീട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയം മുമ്പ് നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴാണ് അക്കാര്യം പറയുക. എക്സൈസ് സിഐ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നത്. അതായത് മറ്റ് ചില സിനിമാ പ്രവർത്തകർക്ക്, താരങ്ങൾക്കും സംവിധായകരും എന്നുള്ളത് അത് ഉറപ്പിക്കാറായിട്ടില്ല. എന്നാൽ മറ്റ് ചില സിനിമാ പ്രവർത്തകർ അവിടെ ആ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു നിരന്തരമായി എന്നുള്ള വിവരം കൂടിയാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ചുവട് പിടിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ഈ സംവിധായകരെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ച സാഹചര്യത്തിൽ ഇനി 2 നിലയിലുള്ള അന്വേഷണമാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഒന്ന്, ഈ സോഴ്സിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ കഞ്ചാവ് എത്തിച്ച് നൽകുന്ന ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ കഞ്ചാവ് എത്തിച്ച് നൽകിയത് ഷാലിഫ് മുഹമ്മദിനാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എക്സൈസ് എത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രമുഖ സംവിധായകരുടെ സുഹൃത്താണ് ഷാലിഫ് മുഹമ്മദ്. ഷാലിഫ് മുഹമ്മദും ആ ഫ്ലാറ്റിൽ നിന്ന് പിടിയിലായതാണ്. അപ്പോൾ ഷാലിഫ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന ഇന്ന ആളാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എക്സൈസ് അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത്. അയാളെ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ചില സിനിമാ പ്രവർത്തകർക്ക് കൂടി പങ്കുണ്ട്. അതായത് മറ്റ് ചില സിനിമാ പ്രവർത്തകർ കൂടി നിരന്തരമായിട്ട് ഫ്ലാറ്റിലേക്ക് എത്താറുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമായിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് ഇനി എക്സൈസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് വലിയ വ്യാപ്തിയുള്ള കേസാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ഇത് 2 പ്രമുഖ സംവിധായകരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് മറ്റ് ചില സിനിമാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്.